പട്ടി അവിടുന്ന് എന്നെ പറയാ ഓടിച്ച് കല്ലെടുത്ത് ഞാൻ ഓടിച്ച്. ഇതെന്താ ഫോൺ എടുക്കാൻ ഞാൻ എത്ര നേരം വിളിച്ച്? ഫോണാ? അത് ഇത് പരിപാടി നടന്നപ്പോൾ ഞാൻ സൈലന്റ് ആക്കിയത്. ഇപ്പോഴും സൈലന്റ് അല്ല. എന്തൊരു ചൂട്, എന്തൊരു ചൂട്. ഉയർത്ത് കുളിച്ച്. പിന്നെ ഇത് ഈ ചൂട് ഇങ്ങനെയാണെങ്കിൽ 2 ദിവസം മഴ പെയ്യും. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഇങ്ങനെ ചൂട്. മോളെ ഇച്ചിരി വെള്ളം എടുത്തോളൂ. നിന്റെ ജീരകം സ്പെഷ്യൽ. എന്തെങ്കിലും സമരം കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. സമരം വൻ വിജയം. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? എന്ത് കുഴപ്പം? പിന്നെ പോലീസുമായിട്ട് കുറച്ച് നമുക്കൊന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു സമരം വിജയിപ്പിക്കാനായിട്ട്. പക്ഷേ നേതൃത്വം നിന്ന് ആരാണ്? കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. എന്തോന്നടി ഇതെന്താ ഇത്? എന്നെ പോലെ ഒരു നേതാവിനോട് ഇങ്ങനെ ചോദിക്കല്ലേ. സമരം വിജയിച്ചെന്ന് അവനെ എപ്പോഴും ഇടയ്ക്ക് മിന്നായം പോലെ കണ്ട് പോലീസുകാരന്മാർ നല്ലോണം നോക്കി ഞങ്ങൾ സമരം പരാജയപ്പെടുത്താം. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞാൻ ആദ്യം പിടിച്ച ചത്തതേ ഇവളില്ല എന്നെ വെറുതെ പേടിപ്പിച്ചെന്നേ. ഞാനുള്ള കാര്യം പറഞ്ഞത്. ആ പോലീസുകാർക്ക് എന്തോ ഓർഡർ കിട്ടിയിട്ടുണ്ട് അടിച്ചൊതുക്കിയേക്കാൻ പറയുന്നത്. എന്നോട് പറഞ്ഞ കാര്യമല്ലേ എനിക്കറിയുള്ളൂ ചേച്ചി. വേണം ഇനി വേണം. പോലീസുകാരല്ലേ എവളോട് ഇച്ചിരി തള്ളി പറഞ്ഞതാ. ചുമ്മാ അതൊക്കെ ചുമ്മാ. പിന്നെ ഞങ്ങൾ ഇല്ലില്ല ഞങ്ങളൊന്ന് വരട്ടി മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ പോലീസുകാർ എല്ലാം കാക്കിയിട്ടുണ്ടെന്ന് ഒരുപോലെയാണ്. ഏത് നിന്നെ കെട്ടിയോണെന്നൊന്നും അറിയാൻ വയ്യ. എന്നാലും സമരം വിജയിച്ചു. എനിക്കറിയാൻ വിജയിക്കുന്നു. ക്ലീറ്റോ അല്ലേ നേതൃത്വം കൊടുക്കണേ. ഹലോ, നിങ്ങൾ എവിടെയായിരുന്നു? സമരം നടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അതെ, ഇപ്പോൾ പാർട്ടി ഓഫീസിലാണോ? ഞാൻ അങ്ങോട്ട് വരാം. വരാം. വരുന്നു. പിന്നെ ഇനിയിപ്പോ എന്തിനാ പോണത്? ഇപ്പൊ തന്നെ വന്ന് സമരം വിജയിച്ചതിന്റെ ഒക്കെ ചെറിയ ചർച്ചയും അതൊക്കെ ഉണ്ടേ. എന്റെ വീട്ടിൽ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും പോവാ. ഇല്ല, ഞാൻ വരാം. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവി. ഇതിപ്പോ ഈ ചൂടോടെ തന്നെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താലേ ശരി. ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ സമാധാനായില്ലേ? എന്റെ അളിയാ, ഈ ചാതി ഞങ്ങൾ ഇത് ചെയ്യരുതായിരുന്നു കേട്ടോ അളിയാ. നിങ്ങൾ എന്തോന്ന് സാറേ ഈ പറയുന്നേ? ഞാനങ്ങനെ മനഃപൂർവ്വം ചെയ്യുമോ? അളിയ മനഃപൂർവ്വം ചെയ്തതാ. ആ പോലീസുകാരെ ഞങ്ങളെ അടിക്കാൻ ഇട്ട് കൊടുത്തിട്ട് അളിയം എസ്കേപ്പായി അല്ലേ? സത്യം. പ്രസിഡന്റ് ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പ്രസിഡന്റിനെ വണ്ടി കയറ്റി വിടാൻ പോയി. വണ്ടിയുടെ അടുത്ത് നിന്ന് പ്രസിഡന്റ് എൻ്റെ അടുത്ത് ഒന്ന് ക്ലീറ്റോ ഒന്ന് കയറി, ഒരു സ്വകാര്യം പറയാനുണ്ടെന്ന്. കാറിൽ കയറി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? അൻസാറിന് നടരാജിന് എന്തെങ്കിലും നേതൃസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ പ്രസിഡന്റ്, ഞാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഡോർ അടച്ച് പ്രസിഡന്റ് പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ പൊരിഞ്ഞാടി. ഞാൻ പിന്നെ എന്തോ ചെയ്യുമെന്ന് പറ. അല്ല, ഞാൻ നിങ്ങൾ പറയും പോലെ മനഃപൂർവ്വം അങ്ങനെ ഇട്ട് കൊടുത്തതല്ല. കള്ളം, പച്ചക്കള്ളം. കണ്ടോ കണ്ടോ, അവന് വരെ മനസ്സിലായി കണ്ടോ അളിയാ. ഈ കള്ളം ഞങ്ങൾ വിശ്വസിക്കണം. നടരാജ, നീ എന്നെ വിശ്വസിക്കടാ. വേണ്ട, വിശ്വസിച്ചൊക്കെ മതി. അതെ അളിയാ, ഒരു കാര്യത്തിലേ വിഷമമുള്ളൂ. വേറെ ഏത് പോലീസുകാരടിച്ചാലും വിഷമമില്ലായിരുന്നു. അളിയാ, നിന്റെ അളിയ കനകൻ, അവനാണ് ഞങ്ങളെ ഇപ്പൊ ഒഴിവാക്കിയത്. മുഖത്ത് നോക്കാതെ അടിച്ചു കളഞ്ഞളിയാ. ഒന്നുമില്ലല്ലോ അളിയ. അളിയന്റെ വീട്ടിൽ എല്ലാ ദിവസവും കയറി ഇറങ്ങുന്നില്ലല്ലേ ഞങ്ങള്. അവനെ ചെയ്യാനുള്ള പോലെയാ. എന്റെ അടുത്തുള്ള പക തീർത്താണ്. ഒന്നുമില്ല അളിയാ, ഞങ്ങൾ ഇനി ഒന്നിനുമില്ല. ഞങ്ങളെ DDP പാർട്ടിയുടെ ഒരു പരിപാടിക്കും ഇല്ല. ഞങ്ങൾ വല്ല വണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ചോളാം അളിയാ. അങ്ങനെ എടുത്തടിച്ച പോലെ പറയല്ലേ. എനിക്ക് പ്രധാനമന്ത്രി ഒന്നും ആവണ്ട സാറേ. അതെ, DDP പാർട്ടിയുടെ അണികളെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഓ അളിയ നോക്കോ, അല്ലാണ്ട് ഇരിക്കും എന്തായാലും ചെയ്യും. ഞാൻ അതിന്റെ പരിഹാരം ഞാൻ ചെയ്യും. ഒന്നിനുമില്ലേ? പോവല്ലേ? ഞങ്ങള് പോവാളിയാ. നടക്കടാ. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റിയതാണോ നമ്മുടെ പാർട്ടിയൊക്കെ? എന്റെ അളിയാ, ഇനി ഒന്നിനുമില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല.